നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എയിംസിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ 2024 BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിന്റെയും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ഘട്ടങ്ങളായിട്ടാണ് എയിംസിൽ BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, PG കോഴ്സുകൾ തുടങ്ങിയവയ്ക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നൽകേണ്ടത്. ആദ്യത്തെ ഘട്ടത്തിൽ ബേസിക് രജിസ്ട്രേഷനാണ് നടത്തേണ്ടത്. ആദ്യം ബേസിക് ഡീറ്റെയിൽസ് മാത്രം കൊടുത്തുകൊണ്ടുള്ള രജിസ്ട്രേഷനാണ് അത്. മാർച്ച് 5-ാം തീയതി മുതൽ ഏപ്രിൽ 4-ാം തീയതി വരെയാണ് ബേസിക് രജിസ്ട്രേഷൻ നടത്തുവാനുള്ള സമയം. അതിനുശേഷം ഫൈനൽ രജിസ്ട്രേഷന് വേണ്ടിയുള്ള കോഡ് ജനറേഷൻ ആണ്. ബേസിക് രജിസ്ട്രേഷൻ കൊടുത്തിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണ് എങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തവർക്ക് മാത്രമാണ് കോഡ് ജനറേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. മാർച്ച് 12-ാം തീയതി മുതൽ ഏപ്രിൽ 12-ാം തീയതി വരെയാണ് കോഡ് ജനറേഷനുള്ള സമയം. അതിനുശേഷം ഫൈനൽ രജിസ്ട്രേഷൻ ആണ്. അപ്പോഴാണ് ആപ്ലിക്കേഷൻ ഫീസും നിങ്ങളുടെ എക്സാം സിറ്റിയും സെലക്ട് ചെയ്യേണ്ടത്. കോഡ് ജനറേഷൻ ചെയ്യുന്ന ആ ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് എക്സാം സിറ്റിയും ഫീസ് പേയ്മെന്റും നടത്താവുന്നതാണ്. മാർച്ച് 12-ാം തീയതി മുതൽ ഏപ്രിൽ 12-ാം തീയതി വരെയാണ് കോഡ് ജനറേഷനുള്ള സമയവും. അന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഫൈനൽ രജിസ്ട്രേഷനായിട്ട് നിങ്ങളുടെ എക്സാം സിറ്റിയും അതുപോലെ ഫീസ് പേയ്മെന്റും നടത്തുവാനുള്ള സമയവും. ബേസിക് രജിസ്ട്രേഷൻ അക്സെപ്റ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് കോഡ് ജനറേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. കോഡ് ജനറേഷൻ ചെയ്തവർക്ക് മാത്രമാണ് ഫൈനൽ രജിസ്ട്രേഷനായിട്ട് എക്സാം സിറ്റിയും ഫീസ് പേയ്മെന്റും നടത്താൻ സാധിക്കുന്നത്. മാർച്ച് 12-ാം തീയതി മുതൽ ഏപ്രിൽ 12-ാം തീയതി വരെ വൈകുന്നേരം 5 മണി വരെയാണ് ഇതിനുള്ള സമയം. ബേസിക് രജിസ്ട്രേഷൻ മാർച്ച് 5-ാം തീയതി മുതൽ ഏപ്രിൽ 4-ാം തീയതി വരെയാണ്. ബേസിക് രജിസ്ട്രേഷൻ അക്ഷയ വഴിയോ കഫേ വഴിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബേസിക് രജിസ്ട്രേഷന്റെ സമയത്ത് ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അക്ഷയ വഴിയാണോ കഫേ വഴിയാണോ ചെയ്യുന്നത് എങ്കിൽ അവരുടെ മാത്രം ഒരു ഫീസ് നൽകിയാൽ മതിയാകും. ഫൈനൽ രജിസ്ട്രേഷന്റെ സമയത്താണ് ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ടത്. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ OBC വിഭാഗത്തിന് 2000 രൂപയും EWS SC/ST വിഭാഗത്തിന് 1600 രൂപയുമാണ്. ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ നൽകേണ്ടതില്ല. ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് ആവശ്യമുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി വെക്കണം. വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും ഉണ്ടാകണം. പിന്നീടുള്ള എല്ലാ മെസ്സേജുകളും നിങ്ങൾ നൽകുന്ന ഇമെയിൽ IDയിലേക്കും ഫോൺ നമ്പറിലേക്കും ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഫോൺ നമ്പരും വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ IDയും മാത്രം വേണം നൽകുവാൻ. ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് 10th മാർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കണം. അതുകൂടാതെ വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫും ഉണ്ടാകണം. ആധാർ കാർഡോ പാൻ കാർഡോ ഉപയോഗിക്കാവുന്നതാണ്. വാലിഡ് ID പ്രൂഫായിട്ട് നിങ്ങൾ ഏത് കാർഡാണോ ഉപയോഗിക്കുന്നത് അത് തന്നെയാകണം നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ എക്സാം സെന്ററിലും കൊണ്ടുപോകേണ്ടത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയ കളർ ഫോട്ടോ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, 10th മാർക്ക് ഷീറ്റ്, 12th മാർക്ക് ഷീറ്റ് ഇല്ല എങ്കിൽ 10th മാർക്ക് ഷീറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കാറ്റഗറി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഗൂഗിളിൽ എയിംസിന്റെ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ഏറ്റവും മുകളിൽ അക്കാഡമിക് കോഴ്സസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു പേജ് കാണാം. അതിൽ BSc ഹോണേഴ്സ് എന്ന പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജാണ് കാണുന്നത്. ഈ പേജിൽ ഏറ്റവും മുകളിൽ BSc PG കോഴ്സുകളുടെ അഡ്മിഷൻ നോട്ടീസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ആ പേജിൽ തന്നെ ഏറ്റവും താഴെ പ്രൊസീഡ് എന്ന് കാണിക്കുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇതുപോലെ ഒരു പേജിലേക്കാണ് ചെല്ലുന്നത്. ആ പേജിൽ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ബേസിക് രജിസ്ട്രേഷൻ ആൻഡ് ജനറേഷൻ ഓഫ് കോഡ് എന്ന് കാണാം. അതിൻ്റെ താഴെ പ്രൊസീഡ് ടു ബേസിക് രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജാണ് വരുന്നത്. അത് ഇതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ക്ലിക്ക് ഹിയർ ടു ന്യൂ ബേസിക് രജിസ്ട്രേഷൻ എന്നും അതിന് താഴെ ആപ്ലിക്കൻ്റ് ലോഗിൻ എന്നും കാണാം. മുൻ വർഷങ്ങളിൽ എയിംസിൽ എൻട്രൻസ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ആപ്ലിക്കൻ്റ് ലോഗിൻ എന്ന സ്ഥലത്ത് രജിസ്ട്രേഷൻ IDയും പാസ്വേഡും ക്യാപ്ചയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ന്യൂ ബേസിക് രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജാണ് വരുന്നത്. ഈ പേജ് നന്നായി വായിച്ച് നോക്കിയതിന് ശേഷം വേണം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുവാൻ. അതിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സുകൾ കയ്യിൽ കരുതിയതിന് ശേഷം വേണം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുവാൻ. എൻട്രൻസുമായി ബന്ധപ്പെട്ട മുന്നോട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ IDയും ആക്റ്റീവ് ആയിട്ടുള്ള ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം.
പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ ഡോക്യുമെൻസുകളും കയ്യിൽ കരുതിയിരിക്കണം. വാലിഡ് ഫോട്ടോ ID ആണ് ഉണ്ടായിരിക്കേണ്ടത്. അതിനുവേണ്ടി ആധാർ കാർഡോ പാൻ കാർഡോ ഉപയോഗിക്കാം. ഇതിൽ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതായിരിക്കണം നിങ്ങൾ എക്സാം ടൈമിൽ കൊണ്ടുപോകേണ്ടത്. കളർ സൈസ് ഫോട്ടോ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് 50 to 100 KB JPG ഫോർമാറ്റിലാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോട്ടോ ക്ലിയറും വിസിബിളും ആയിരിക്കണം, ബ്ലർ ആകാൻ പാടില്ല. ഈ പേജിൽ ഏറ്റവും താഴെ പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജിൽ ഇൻസ്ട്രക്ഷൻ ഫോർ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് കാണാം. അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താഴെ പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ബേസിക് രജിസ്ട്രേഷൻ നടത്തേണ്ട പേജാണ് വരുന്നത്. ഈ പേജിലാണ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കോൺടാക്റ്റ് ഡീറ്റെയിൽസും അഡ്രസ് ഡീറ്റെയിൽസും നൽകി ഏറ്റവും അവസാനം ഡിക്ലറേഷനും നൽകി ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം രജിസ്ട്രേഷൻ ID-യും പാസ്വേഡും ജനറേറ്റ് ചെയ്ത് ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സിഗ്നേച്ചർ 20 to 100 KB JPG ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓവർ റൈറ്റിംഗ് ആകരുത്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, ബ്ലർ ആകരുത്. തമ്പ് ഇംപ്രഷൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ആയിരിക്കണം, ബ്ലർ ആകരുത്. 20 to 100 KB JPG ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോട്ടോ 6 മാസത്തിൽ കൂടുതൽ പഴക്കം ഉണ്ടാകാൻ പാടില്ല. എല്ലാം നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ എന്നിവ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാൻ. ഓരോ കാറ്റഗറിയിലും ഉള്ളവർ അവരുടെ കാറ്റഗറി തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർ ഡിസബിലിറ്റി കാണിക്കുന്ന സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, അഡ്രസ് ഡീറ്റെയിൽസ് എന്നിവ നൽകിയതിന് ശേഷം ഡിക്ലറേഷനും കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. മാർച്ച് 5-ാം തീയതി മുതൽ ഏപ്രിൽ 4-ാം തീയതി വരെ ബേസിക് രജിസ്ട്രേഷൻ നടത്താം. ബേസിക് രജിസ്ട്രേഷൻ അക്സെപ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാർച്ച് 12-ാം തീയതി മുതൽ ഏപ്രിൽ 12-ാം തീയതി വരെ കോഡ് ജനറേഷൻ നടത്തി ഫൈനൽ രജിസ്ട്രേഷനും നടത്താം. ഈ സമയത്ത് ആപ്ലിക്കേഷൻ ഫീസും നൽകാം, സിറ്റി സെലക്ഷനും നടത്താം. ആപ്ലിക്കേഷൻ ഫീസ് OBC ജനറൽ വിഭാഗത്തിന് 2000 രൂപയും SC/ST EWC വിഭാഗത്തിന് 1600 രൂപയുമാണ്. ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ട ആവശ്യമില്ല. ബേസിക് രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾ എവിടെ നിന്നാണോ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്നത് അവിടെ അവർ പറയുന്ന ഒരു ഫീസ് മാത്രം നൽകിയാൽ മതി. BSc കോഴ്സുകളുമായി ബന്ധപ്പെട്ട എയിംസിൻ്റെ പ്രോസ്പെക്ടസ് പബ്ലിഷ് ചെയ്തിട്ടില്ല. പ്രോസ്പെക്ടസ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അതുകൂടി നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ബേസിക് രജിസ്ട്രേഷൻ നടത്തിയാൽ മതി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളുമൊക്കെ കമൻറ്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.